നിർബന്ധിച്ച വായിൽ ബീഫ് കുത്തിക്കയറ്റുന്ന കേരള സ്റ്റോറി 2-ന് പ്രദർശനാനുമതി കൊടുക്കാമെങ്കിൽ ബീഫ് എന്ന് പേരിട്ട ഒരു സിനിമയ്ക്ക് വിലക്കേർപ്പെടുത്തിയ സംഘപരിവാർ അജണ്ടയുടെ മറ്റൊരു രൂപമാണ് നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ അർദ്ധ സർക്കാർ ജോലികളിലും മുസ്ലിം വിഭാഗത്തിന് 5% കോട്ട അനുവദിക്കുന്ന ഓർഡിനൻസ് റദ്ദാക്കിക്കൊണ്ടാണ് അവർ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട ഒരു സംസ്ഥാനത്ത് തുറന്നു കാണിച്ചത്. 2014 കോൺഗ്രസ് NCP സർക്കാരായിരുന്നു മുസ്ലിം ക്വാട്ട അനുവദിച്ചുകൊണ്ടുള്ള ഓർഡിനൻസ് പുറപ്പെടുവിച്ചത്. പിന്നീട് വന്ന ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ സർക്കാർ ഈ പ്രഖ്യാപനം തുടർന്നു കൊണ്ടുപോകാൻ തയ്യാറായില്ല. ബോംബെ ഹൈക്കോടതി ഇടക്കാല വിധി പുറപ്പെടുവിച്ചെങ്കിലും ഇത് നടപ്പാക്കാനുള്ള നടപടി ഉണ്ടായില്ല. അതിനെതിരെ ശക്തമായി തന്നെ പ്രതിപക്ഷവും രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല BJPക്ക് വലിയൊരു തിരിച്ചടിയും ഇതിനുശേഷം മഹാരാഷ്ട്രയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ഭിഗവണ്ടി മുനിസിപ്പൽ കോർപ്പറേഷനിൽ മേയർ തെരഞ്ഞെടുപ്പിന് മുൻപാണ് BJPക്ക് തിരിച്ചടി കിട്ടിയത്. 9 BJP കൗൺസിലർമാർ കോൺഗ്രസിനൊപ്പം ചേർന്നു. മേയർ സ്ഥാനത്തേക്ക് തഴയപ്പെട്ട BJP നേതാവ് നാരായൺ ചൗധരിയുടെ നേതൃത്വത്തിലായിരുന്നു കൗൺസിലർമാർ എതിർപ്പാളയത്തിലേക്ക് ചേക്കേറിയത്. കോൺഗ്രസ് NCP ശരത് പവാർ സഖ്യത്തിനൊപ്പം ചേർന്ന് നാരായൺ ചൗധരി മേയർ സ്ഥാനാർത്ഥിയാകും. 90 അംഗ കോർപ്പറേഷൻ കൗൺസിലിൽ 30 സീറ്റ് വിജയിച്ച കോൺഗ്രസ് ആണ് വലിയ ഒറ്റകക്ഷി. BJPക്ക് 22, NCP ശരത് പവാർ വിഭാഗത്തിന് 12, ശിവസേന 12, NCP 6, കൊണോർക്ക് വികാസ് അഗാഡി 6, ഭിഗവണ്ടി വികാസ് അഗാഡി 4, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കൗൺസിലർമാരുടെ എണ്ണം. നാരായൺ ചൗധരിയെ മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് സഖ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. താരിഖ് മൊമിൻ ഡെപ്യൂട്ടി മേയറായി മത്സരിക്കും. ഇന്നാണ് തെരഞ്ഞെടുപ്പ്. 46 പേരുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം. BJP വിമതർ കൂടിയെത്തിയതോടെ കോൺഗ്രസ് സഖ്യത്തിന് 50-ലേറെ കൗൺസിലർമാരുടെ പിന്തുണയായി. നാരായൺ ചൗധരിക്ക് നേരത്തെ മേയർ സ്ഥാനാർത്ഥിത്വം BJP വാഗ്ദാനം ചെയ്തതാണ്. എന്നാൽ അവസാന നിമിഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശ്രീലേഖയോട് കാണിച്ച ആ ചതിയില്ലേ, അത് തന്നെ ഇവിടെ BJP കാണിക്കുകയായിരുന്നു. കാലുമാറി. ഇതോടെയാണ് മറ്റ് 8 കൗൺസിലർമാരെയും ഒപ്പം കൂട്ടി ചൗധരി കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തിയത്. മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ അർദ്ധ സർക്കാർ ജോലികളിലും 5% സംവരണം അനുവദിച്ചുകൊണ്ടുള്ള മുൻ ഉത്തരവാണ് മഹാരാഷ്ട്ര സർക്കാർ റദ്ദാക്കിയത്. മഹാരാഷ്ട്ര സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പാണ് ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത്. മുസ്ലിം സമുദായത്തിലെ ചില വിഭാഗങ്ങൾക്ക് അനുവദിച്ചിരുന്ന 5% SC/BC സംവരണമാണ് റദ്ദാക്കിയത്. 2014 കോൺഗ്രസ് NCP സർക്കാർ ഈ ന്യൂനപക്ഷ സമുദായത്തിന് വേണ്ടി സംവരണം പ്രഖ്യാപിച്ചതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രശ്നത്തിനും സർക്കാർ ജോലികൾക്കും ഈ കോട്ട ബാധകമായിരുന്നു. എന്നാൽ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാനുള്ള അവരുടെ ഓരോ ശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ ഇന്നിവിടെ കോൺഗ്രസ് ഉണ്ട് എന്ന ഉറപ്പാണ് ഇവിടെ ഓരോ സംസ്ഥാനത്തിനും നൽകുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിൽ വിശ്വസിച്ചുകൊണ്ട് BJP പാളയം വിട്ടുള്ള ഈ കുത്തൊഴുക്കും അവിടെ നടക്കുന്നത്.